നമസ്കാരം, ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. പലപ്പോഴും ഡ്രൈ സ്കിൻ ഉണ്ടാകുന്ന ആളുകൾ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് മോയ്സ്ചറൈസറുകളെയും അതുപോലെ തന്നെ നമ്മുടെ വാസലിൻ മുതലായിട്ടുള്ള നമ്മുടെ പുറത്ത് പുരട്ടുന്ന ക്രീമുകളെയൊക്കെയാണ്. അതൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകളാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മളെ വീട്ടിൽ പച്ച വെളിച്ചെണ്ണ തേക്കുന്ന ഒരു ശീലം പലർക്കും ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് സാധാരണ രീതിയിൽ മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾ കാണും. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടി, അതായത് പലപ്പോഴും ഈ ഡ്രൈ സ്കിൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു കുറവ്, അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നിലേക്ക് പൊടിപടലങ്ങളൊക്കെ അടിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ പറയുന്നൊരു പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ പല രീതിയിലാണ് നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാകുന്നത്. പിന്നീട് നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടും നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാകും. പിന്നെ പലരുടെയും നമ്മുടെ ബോഡിയുടെ ഒരു ആക്ടിവിറ്റീസിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഡ്രൈ സ്കിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഡ്രൈ സ്കിൻ ഉണ്ടാകുന്ന ആളുകൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഫലപ്രദമായിട്ടുള്ളൊരു എണ്ണ ആണ് ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എത്ര അളവിൽ നമുക്ക് മരുന്നുകൾ എടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്, ഡോക്ടർ എന്താണ് ഇപ്പോൾ താടിയൊക്കെ വളർത്തി ഇങ്ങനെ നടക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളി ചോദിച്ചതിനുള്ളൊരു മറുപടിയാണ്. ഒരുപക്ഷെ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ആ ഒരു സമയത്ത് എൻ്റെ മുടി, അതായത് എൻ്റെ പഴയ വീഡിയോസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ എൻ്റെ മുടി വളരെ കുറവായിരുന്നു. ഞാൻ ബാംഗ്ലൂരും മംഗലാപുരത്തൊക്കെ താമസിച്ചതുകൊണ്ട് വെള്ളം അത്ര നല്ലതല്ലായിരുന്നു. ആ ഒരു സമയത്ത് മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പോൾ ആ മുടി ഞാൻ എങ്ങനെയാണ് വളർത്തിയത്, അതുപോലെ തന്നെ താടിയില്ലാത്ത ഒരാൾ താടി വളർത്തുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ പറഞ്ഞാൽ വളരെ അരോചകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ താടിയും വളർത്തിയതിന് ശേഷം, അതായത് ഞാൻ എങ്ങനെയാണത് വളർത്തിയെന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ പുതിയ രീതിയിൽ, അതായത് കൊഴിഞ്ഞു പോയ മുടിയും നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വളർത്താം എന്നതിനെ പറ്റിയിട്ട് ഉള്ളൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വളർത്തിയത്. ആ മറുപടി ഞാനിതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോട് പറഞ്ഞതെന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഡ്രൈ സ്കിന്നിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. അപ്പോൾ ഡ്രൈ സ്കിൻ എങ്ങനെയാണ് നമുക്ക് മാറ്റാനുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട്, അതായത് നാൽപ്പാമരാതി എണ്ണയെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും. പക്ഷേ ഡ്രൈ സ്കിന്നിന് നമുക്ക് കൂടുതൽ ബെനിഫിറ്റുള്ള ഒരു എണ്ണ, ഞാൻ പലപ്പോഴും പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യുന്നൊരു മെഡിസിൻ പ്രിപ്പറേഷനാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കി കൊടുക്കാറില്ല, അവരോട് തന്നെ വീട്ടിലുണ്ടാക്കി തേക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നാൽപ്പാമരമാണ്. അതിൻ്റെ അകത്ത് അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്ന് പറയുന്ന 4 മരുന്നുകളാണ് വരുന്നത്. അത് നിങ്ങളൊരു കടയിൽ പോയിട്ട് അതിൻ്റെ പൊടി മേടിക്കരുത്. ആദ്യം തന്നെ പറയുകയാണ്, സൂക്ഷ്മമായിട്ടുള്ള വളരെ ലൈറ്റായിട്ടുള്ള പൊടി മേടിക്കരുത്. അങ്ങാടി കടയിൽ പോയിട്ട് തൂക്കി മേടിക്കുക. ഇതെല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തതിന് ശേഷം അതിന് ഒരു 75 ഗ്രാം നിങ്ങൾ വാങ്ങുക. അങ്ങനെ വാങ്ങിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന മഞ്ഞൾ നിങ്ങൾ ഉണക്കിയത് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്ത്, അതായത് അതും പൊടിയരുത്, പൊടിച്ചെടുക്കരുത്. അപ്പോൾ അത് ഒരു 10 ഗ്രാം എടുക്കുക. അതിനുശേഷം ത്രിബല നമുക്ക് കടയിൽ നിന്ന്, അങ്ങാടി കടയിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾ വാങ്ങുക. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക 3 മരുന്നുകളാണ് വരുന്നത്. അത് 5 ഗ്രാം ഈക്വലായിട്ട് നമ്മൾ വാങ്ങുക. അതും പൊടിയായിട്ടുള്ളതല്ല വാങ്ങാനുള്ളത്, ക്രഷ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പീസായിട്ടുള്ളത് വാങ്ങുക. അപ്പോൾ അത് 5 ഗ്രാം വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം 15 ഗ്രാം വരും. അപ്പോൾ 25 ഗ്രാം നമ്മുടെ നാൽപ്പാമരത്തിൻ്റെ ഇത് വാങ്ങി, അതിനുശേഷം നമ്മൾ 10 ഗ്രാം മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം 15 ഗ്രാമാണ് നമ്മൾ ഈ പറയുന്ന ത്രിബല എടുത്തത്. അപ്പോൾ മൊത്തത്തിൽ 100 ഗ്രാം ആയിട്ടുണ്ട്. അപ്പോൾ ആ 100 ഗ്രാം എടുത്തതിന് ശേഷം ചൂടാക്കാത്ത ഒരു പാത്രത്തിൽ, അതായത് ചൂട് ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് വെക്കുക. ഇട്ട് വെച്ചതിന് ശേഷം ഇത് ഒന്ന് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതിന് ശേഷമാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള പൊടിപടലങ്ങളൊക്കെ പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാം. പിന്നെ നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതുണ്ടെങ്കിൽ കഴുകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആ പാത്രത്തിലേക്ക് മരുന്നുകൾ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 400 ml, ഞാൻ 400 ml ആണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവർക്കും അഫോർഡബിളായിട്ട് 400 ml ഉണ്ടാക്കാവുന്നത് കൊണ്ടാണ് പഴയ വീഡിയോയിൽ ഞാൻ ആ ഒരു ക്വാണ്ടിറ്റിയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ള 400 ml നമ്മൾ എണ്ണ അതിലേക്ക്, അതായത് ശുദ്ധമായ വെളിച്ചെണ്ണ വേണം ഒഴിക്കാൻ. ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1600 ml നമ്മൾ ഈ പറയുന്ന വെള്ളമാണ് ഒഴിക്കാനുള്ളത്. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് ഒഴിക്കുക. അതിന് ശേഷം ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കുക. അങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം, അതായത് ചൂടാക്കി ഈ വെള്ളം അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് തുടങ്ങും, നമ്മുടെ എണ്ണ
പൊട്ടിത്തെറിക്കില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞു, ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പത കംപ്ലീറ്റ് ആയിട്ട് അടങ്ങി നമ്മുടെ എണ്ണ മാത്രമായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ശുദ്ധമായിട്ടുള്ള നമ്മുടെ ഈ ഡ്രൈ സ്കിന്നിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണ. ചെറിയൊരു മഞ്ഞ കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു എണ്ണ നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ആ എണ്ണ നമ്മുടെ ശരീരഭാഗങ്ങളിലൊക്കെ നമുക്ക് തേക്കുക. അതായത് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ സ്കിന്നിൽ ചൊറിച്ചിലൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. അതായത് നമുക്ക് പലപ്പോഴും ഡ്രൈ സ്കിൻ വരുമ്പോൾ ഈ കൈയുടെ വിരലുകളുടെ ഇടയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ കക്ഷം അങ്ങനെയുള്ള ഭാഗത്ത് നമ്മുടെ മൂക്കിൻ്റെ സൈഡിലായിട്ടും ഫേസിലൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ കാൽപാദങ്ങളിലൊക്കെ ഇതുപോലെ വെടിച്ച് കീറുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഈ പറയുന്ന എണ്ണ വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണ നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കുക. അതങ്ങനെ സ്ത്രീ പുരുഷ ഭേദമന്യേ അല്ലെങ്കിൽ വീട്ടിലെ ഏജ് ഒന്നും നോക്കാതെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു എണ്ണയാണ്. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഈ എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടും വേറെ തെറ്റൊന്നുമില്ല. ശരീരത്തിൽ അതായത് കുട്ടികളുടെയൊക്കെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ചെയ്യുന്നതിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മഞ്ഞൾ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ ചോദിക്കാനുള്ളൊരു കാര്യം, അതായത് ഈ നമ്മുടെ ശരീരത്തിലുള്ള താടി രോമം കൊഴിഞ്ഞു പോകുമോ? മഞ്ഞൾ ഉപയോഗിക്കുന്നതുകൊണ്ട് താടി രോമങ്ങൾ കൊഴിഞ്ഞൊന്നും പോവില്ല. സാധാരണ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന അൽപ്പാമരാതി എണ്ണയിലും മഞ്ഞൾ എണ്ണയിലും ഒക്കെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ പറയുന്ന നമ്മുടെ മഞ്ഞളിൻ്റെ കണ്ടൻറ്റ് ഉള്ളതാണ്. സാധാരണ മഞ്ഞൾ തേക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ താടി രോമങ്ങളൊന്നും കൊഴിഞ്ഞു പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫലപ്രദമായിട്ട് ഈ പറയുന്ന എണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ സാധാരണ കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് നമ്മൾ ശരീരത്ത് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഡ്രൈ സ്കിന്നുള്ള ഭാഗത്ത് തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് കുളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ രാത്രി ഇപ്പോൾ അങ്ങനെ കുളിക്കുന്ന സമയത്ത് എണ്ണ തേക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ കിടക്കുന്ന സമയം നമ്മുടെ കാലിലൊക്കെ പുരട്ടിയിട്ട് നമുക്ക് കിടക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ മഞ്ഞളുടെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം ഇപ്പോൾ ടി വിയൊക്കെ കാണുമോ, വീട്ടിലെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു സമയത്ത്, അതായത് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഡ്രൈ സ്കിന്നുള്ള ഭാഗത്ത് ഏകദേശം ഒരു അരമണിക്കൂർ ടു 1 മണിക്കൂർ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഇരുന്ന് അതിന് ശേഷം നമ്മുടെ കൈകാലുകളൊക്കെ ഒരു സോപ്പ് ഉപയോഗിച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം മാറുന്നതാണ്. ഈ കയ്യിലും പാദത്തിലുമൊക്കെ വിണ്ട് കീറലുകൾ പോലുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ഈ എണ്ണ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആണ് നമ്മൾ സാധാരണ ഒരു എണ്ണ കാച്ചി വീട്ടിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുപോലെ തന്നെ സ്കിന്നിന് ഈ പറയുന്ന എല്ലാ മരുന്നുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചൊറിച്ചിൽ ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ചൊറിയുന്ന രീതിയിലുള്ള അസുഖങ്ങളുള്ളവർക്കും അതുപോലെ തന്നെ മുഖത്തിൻ്റെയൊക്കെ ഒരു ഗ്ലോ കൂടാനും അതുപോലെ തന്നെ ഇതിനൊക്കെ വർണ്ണീയ പ്രോപ്പർട്ടി കൂടുതലാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ വർണ്ണം വർദ്ധിപ്പിക്കാനുള്ളൊരു പ്രോപ്പർട്ടി കൂടുതലായതുകൊണ്ട് തന്നെ ഈ പറയുന്ന എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചോദിച്ചൊരു സംശയത്തിൻ്റെ ഒരു ആൻസറാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൺസൾട്ടേഷനോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പിന്നീട് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു എണ്ണ നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല പുതിയ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.